ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കർഫ്യൂ പാസ് നമുക്ക് എങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതെങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, സജഷൻസ് എന്നീ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ സൈറ്റിൻ്റെ ലിങ്ക്, കയറാനുള്ള ലിങ്ക് ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഈ സൈറ്റിൽ പോകുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോർമലായിട്ട് വാക്സിൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കടകളിൽ പോയിട്ട് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന, അതായത് പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം. അവിടെ കാണാൻ പറ്റും ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെ കാണുന്ന മാർക്ക് ചെയ്ത ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സത്യവാങ്മൂലം നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ വെള്ള പേപ്പറിൽ ഫില്ല് ചെയ്യാം. കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മലയാളം ഭാഷയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കർഫ്യൂടെ നോർമലായിട്ട് കർഫ്യൂ ആ ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാസ്, അതായത് നമുക്കിപ്പോൾ ഡെയിലി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ഫോർ ഡെയിലി പാസസ്. ഇവിടെ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി പാസസ്, അതായത് നിങ്ങൾ ജോലിക്ക് പോവുകയാണ്, അതായത് അനുവദിച്ചിട്ടുള്ള ഏതൊക്കെ ജോലികളാണ്, കണ്ടീഷൻസ് അപ്ലൈ ആണ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് നമ്മളിവിടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ താഴെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിലിപ്പം ജനുവരി ആണെങ്കിൽ ജനുവരിയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മാറ്റാൻ പറ്റും. മെയ് ആണെങ്കിൽ മെയ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണ് ഇയർ, ജനിച്ച വർഷം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. തൊട്ടടുത്ത് തന്നെ അഡ്രസ്സ്, അതായത് ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിൻകോഡ്, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് എങ്ങനെയാണോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുക, അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾ സഞ്ചരിക്കുന്ന വെഹിക്കിൾ നമ്പർ ഈ ഒരു മെത്തേഡ് തന്നെ കൊടുക്കണം. KL00, അതായത് ഇപ്പോൾ KL 13 AA വണ്ടിയുടെ നമ്പർ, ഈ ഒരു ഹൈഫൺ ഇട്ട ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വെഹിക്കിൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ 2 വീലർ ആണോ, 3 വീലേഴ്സ് ആണോ, 4 വീലേഴ്സ് ആണോ അത് സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം കോ പാസഞ്ചേഴ്സ് നെയിം, അതായത് നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുടെ ഫുൾ നെയിം, അതിപ്പം ഭാര്യ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ആരെ ആയിക്കഴിഞ്ഞാലും അവരുടെ ഫുൾ നെയിം മുകളിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫ്രം എന്ന് കാണാം. ഫ്രം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്, അതായത് നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്നാണ് പോകുന്നത് എന്നുള്ള കാര്യമാണെങ്കിൽ ആ വീട്ടിലെ സ്ഥലം കൊടുക്കുക. അതിനുശേഷം ഇവിടെ 2 എന്ന് കാണാം. 2 എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചെല്ലേണ്ടത്, ഇപ്പോൾ ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ വേറെ എവിടത്തേക്കെങ്കിലും ആണോ എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ട്രാവൽ ഡേറ്റ്, അതായത് നിങ്ങൾ ഇന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. കറക്റ്റായിട്ട് ഇപ്പോൾ വരുന്നത് ഇന്നത്തതും നാളത്തതും ആ ഡേറ്റ് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസാണ് ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ട്രാവൽ ടൈം, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് നിങ്ങൾ ഫില്ല് ചെയ്തു ഒരു 2 മണിക്കൂറിന് ശേഷമാണ് പോകുന്നതെങ്കിൽ അവിടെ ട്രാവൽ ടൈം നിങ്ങൾ കൊടുക്കാം. പർപ്പസ്, നിങ്ങൾ പോകുന്ന കാര്യത്തിൻ്റെ പൂർണ്ണമായ ഒരു വിവരം അതിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. എന്തിനാണ് നിങ്ങൾ പോകുന്നത്, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പല കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എല്ലാം അതിൽ തന്നെ കൊടുക്കാം. റിട്ടേൺ ഡേറ്റ്, എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വരിക. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇന്ന് പോകും, ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നാളെ തിരിച്ചു വരും, അപ്പോൾ ആ ഒരു ഡേറ്റ് കൊടുക്കാം. താഴെയായിട്ട് റിട്ടേൺ ടൈം എന്ന് പറഞ്ഞൊരു ഐക്കണോട് കാണാൻ പറ്റും. അത് നിങ്ങൾ തിരിച്ചു വരുന്ന സമയം അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ, അതായത് ഇന്ത്യയിലുള്ള നമ്പർ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷം പ്ലേസ്, നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് വരുന്നത്, നിങ്ങളുടെ വീടിൻ്റെ പ്ലേസ് എവിടെയാണ് വരുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ ID ടൈപ്പിൽ ഇവിടെ നിങ്ങൾക്ക്
ആധാർ, വോട്ടർ ID, പാൻ കാർഡ്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇതിലിപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ID കാർഡ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ID കാർഡിൽ ഉണ്ടാവുന്ന നമ്പർ, ID കാർഡിന് എല്ലാത്തിനും ഒരു നമ്പർ ഉണ്ടാവും. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെലക്ട് ചെയ്യുക, അതിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ റെസിഡൻറ്റിങ് പോലീസ് ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരിക അത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ കണ്ണൂർ സിറ്റി, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ താഴെ നീല ഐക്കണിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മളത് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ബാക്ക് ടു പോർട്ടൽ എന്ന് പറഞ്ഞ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു റെഡ് ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളതിൽ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, ഇവിടെ അപ്ലൈഡ് ഓൺ ഡേറ്റ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എവിടുന്ന് എവിടത്തോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ സ്റ്റാറ്റസ് ഇപ്പോൾ പെൻഡിങ് ആണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ അല്ലെങ്കിൽ നൈറ്റ്, ചിലപ്പോൾ ഈ സൈറ്റ് ഡിലേ ഒക്കെ ആയിരിക്കാം. എന്തിരുന്ന് കഴിഞ്ഞാലും നമ്മൾ ഇടയ്ക്കൊന്ന് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് സ്റ്റാറ്റസ് ഒന്ന് നോക്കി നോക്കുക. അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞിട്ട് കാണാം. ഒന്നുകിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, എമർജൻസി ഒക്കെ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, ബൈ.